മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ തങ്ങളുടെ ഖിലാഫത്തിന്റെ കാലത്ത് ഒരു യഹൂദിയായ മനുഷ്യൻ വരുന്നു. അദ്ദേഹം ചോദിക്കുന്നത് അഖ്ബിർനി അൻ അഖ്ലാഖി റസൂലിക്കും, എനിക്ക് നിങ്ങളുടെ പ്രവാചകന്റെ സ്വഭാവത്തെക്കുറിച്ചൊന്ന് വിശദീകരിച്ചു തരുമോ എന്നാണ് ചോദ്യം. ഫഖാല ഉമർ, അന്നേരം ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, തുലുബുഹു മിൻ ബിലാൽ ഫഹുവ അഅലമു ബിഹി മിന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശിഷ്ടമായ സ്വഭാവത്തെ ഞാൻ വർണ്ണിക്കുന്നതിലേറെ വിവരിക്കുന്നതിലേറെ കൂടുതൽ നിങ്ങൾക്ക് വിവരണം നൽകാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുന്നതായിരിക്കും അഭികാമ്യം. ഉടനെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനത് വിശദീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ വിശദീകരിക്കാൻ ബന്ധപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളായ എൻ്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ ഫാത്തിമ ബീവിയോട് ചോദിച്ചാലായിരിക്കും. അവരാണല്ലോ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത്, അവർക്കായിരിക്കും അത് കൂടുതൽ പറയാൻ കഴിയുക. അങ്ങനെ ആ യഹൂദിയായ മനുഷ്യൻ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സമീപിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് റഫർ ചെയ്യുന്നത് എന്നെക്കാൾ കൂടുതൽ പറയാൻ അതുമായി ബന്ധപ്പെട്ടത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അവസാനം യഹൂദിയായ മനുഷ്യൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലെത്തുന്നു, കാര്യം പറയുന്നു. ഉടനെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത്, സിഫ് ലി മതാഅദ് ദുനിയ ഹത്താ അസിഫ ലക അഖ്ലാഖ, എനിക്ക് നിങ്ങൾ ഈ ഭൂമി ലോകത്തുള്ള എല്ലാ കമ്മോഡിറ്റിയും ചരക്കുകളും ഒന്ന് വിശദീകരിച്ചു തരുമോ, വിവരിച്ചു തരുമോ എന്ന ചോദ്യമാണ്. തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ഭൂമി ലോകത്തുള്ള വസ്തുക്കളെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിച്ചതാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും സാധിക്കാത്ത വിഷയമാണ്. ഈ ലോകത്ത് എണ്ണിയാലൊടുങ്ങാത്ത ജീവികൾ, അല്ലെ, ചേതന അചേതന വസ്തുക്കൾ, ഇതെല്ലാം ജീവികൾ, ജീവനില്ലാത്തവ, അങ്ങനെ തുടങ്ങി ഒരുപാട്, ഇതൊക്കെ വിശദീകരിക്കാൻ എങ്ങനെ ഒരാൾക്ക് കഴിയും? അദ്ദേഹം പറയാണ്, അത് അസാധ്യമാണ്, അപ്രാപ്യമാണ്, കഴിയൂല. ഉടനെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, അത് കഴിയില്ല എന്നാണോ നീ പറയുന്നത്? എന്നാൽ അതേക്കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഖുൽ മതാഉദ് ദുനിയ ഖലീൽ, ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് ഈ ഭൂമി ലോകത്തെ വിഭവങ്ങൾ നന്നേ കുറവാണ്, വളരെ ദൂരവും വിരളമായ കാര്യങ്ങൾ മാത്രമേ ഈ ഭൂമി ലോകത്തേക്ക് ഞാൻ ഇറക്കിയിട്ടുള്ളൂ എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. അതേക്കുറിച്ച് നിനക്ക് വിശദീകരിക്കാൻ കഴിയില്ല എങ്കിൽ നീ എന്നോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? ഫകൈഫ അസിഫു അഖ്ലാഖൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് ശഹിദ അല്ലാഹു തആല ബിഅന്നഹു അളീമുൻ ഹൈസു ഖാൽ വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞത്, അവിടെന്ന് പറയുന്നത് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, അങ്ങൊരു വലിയ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് എന്നാണ്. അത്രയും മഹാത്മ്യമുള്ള വലിയ ഒരു കാര്യത്തെ എങ്ങനെയാണ് ഞാൻ വിശദീകരിച്ചു തരാൻ? എന്നെ കൊണ്ടൊരിക്കലും വിശദീകരിച്ചു തീർക്കാൻ കഴിയുകയില്ല. അതാണ് ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്ന, ഫഖൻ നബിയ്യന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ സവിശേഷത, ആ സ്വഭാവ സവിശേഷതയുടെ മഹാത്മ്യം അത്രയും ഉത്കൃഷ്ടമാണ്, ഔന്നത്യത്തിലാണ്. ഫഖൻ നബിയ്യന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി, സ്വഭാവത്തിലും സൃഷ്ടിപ്പിലും നബി തങ്ങൾ മികച്ചു നിൽക്കുകയാണ്. വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി, നബി തങ്ങളുടെ വിജ്ഞാനത്തിലും അവിടുത്തെ ഔദാര്യത്തിലും ഒരാൾക്കും അടുത്തെത്താൻ പോലും സാധിക്കുന്നില്ല. അത്രമാത്രം വലിയ ഔദാര്യവും വിജ്ഞാനവുമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു സ്വഭാവത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ഈ പറഞ്ഞത്. വെറും സ്വഭാവത്തിന്റെ കാര്യം മാത്രം വിശദീകരിച്ചാൽ തീരില്ല എന്ന് ആരാ പറയുന്നത്? അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ, ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണെങ്കിൽ അതിലേക്ക് കടക്കാനുള്ള കവാടമാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ അലിയാർ തങ്ങളോട് റസൂലുള്ളാഹിന്റെ സ്വഭാവത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്കത് വിശദീകരിച്ച് തീർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ്. അപ്പൊ എത്രയായിരിക്കും റസൂലുള്ളാഹിന്റെ സ്വഭാവത്തിന്റെ മഹിമ? ഒരു സ്വഭാവം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനി ശമായിലുകൾ, ഖസായിസുകൾ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധരങ്ങളിൽ നിന്ന് വീണ മുത്തുമണികളാകുന്ന ഹദീസുകൾ, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ എങ്ങനെ നമുക്ക് തീർക്കാൻ കഴിയും? ഒരാളെ കൊണ്ടും തീർക്കാൻ കഴിയുകയില്ല.
ഒരാളെ കൊണ്ടും തീർക്കാൻ കഴിയുകയില്ല. അതാ മഹാനായ ബൂസൂരി ഇമാം അവിടെ നിന്ന് വിശദീകരിച്ച് വർണ്ണിച്ച് എത്രത്തോളം വർണ്ണിക്കാൻ കഴിയും അത്രയും വർണ്ണിച്ച് അവസാനം പറഞ്ഞത് ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുഅരിബ അൻഹു നാതിഖുൻ ബിഫമി. ഒരാൾക്കും അത് തീർക്കാൻ കഴിയുകയില്ല. ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുഅരിബ അൻഹു നാതിഖുൻ ബിഫമി. ഒരു നാവ് കൊണ്ടും ഒരു വായ കൊണ്ടും അതിന്റെ സൗകുമാര്യതയെ റസൂലുള്ളാഹിനെ കുറിച്ച് വർണ്ണിച്ച് തീർത്തു കളയാമെന്ന് ആരെങ്കിലും കരുതിയെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ചാപ്പല്യമാണ് എന്ന് മഹാനായ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാം. ഇവിടെ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗതമായ വിശുദ്ധ റബീഇനെ നമ്മൾ സ്വീകരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നമുക്ക് ഒന്നും തന്നെ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അത്രമാത്രം ആഴക്കടലായ വിശാലമായ ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് പഠിക്കാനുള്ള ഒരുപാട് മനസ്സിലാക്കാനുള്ള അത്യുന്നതമായ വ്യക്തിത്വത്തിന്റെ ഉടമയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഇനെ നമ്മൾ വരവേറ്റിരിക്കുകയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെന്തിനാണ് നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറയുന്നത്? എന്തിനാ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുന്നത്, മദ്ഹുകൾ ഇങ്ങനെ പറയുന്നത് എന്തിനാ? അതൊരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് പ്രധാനമായും റബ്ബ് നിർദ്ദേശിച്ചു എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹുവും അവന്റെ മലക്കുകളും അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഈ സ്വലാത്ത് എന്നതിന്റെ വ്യാഖ്യാനം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഖാല അബുൽ ആലിയ സ്വലാത്തുല്ലാഹി തനാഉഹു അലൈഹി ഇൻദൽ മലായിക. അല്ലാഹ് സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു തആല റസൂലുള്ളാഹിനെ കുറിച്ച് മദ്ഹ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. മലക്കുകളുടെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്ന ഒരു കാര്യം ഇത് റസൂലുള്ളാഹിന്റെ മദ്ഹുകളാണ്. എല്ലാ സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിന്റെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞുകൊണ്ടേയിരിക്കാതെ അണമുറിയുന്നില്ല, നിരന്തരം അനുസ്യൂതം തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ മദ്ഹ് നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ട് അല്ലാഹു കൽപ്പിക്കുന്നത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളും ചെയ്യണേ എന്നാണ്. ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, ഹദീസ് എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, ഞാൻ നിസ്കരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കണമെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. ഞാൻ നോമ്പെടുക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കണം എന്ന പ്രയോഗം കാണില്ല. ഞാൻ സ്വതക്ക നൽകുന്നുണ്ട് നിങ്ങൾ സ്വതക്ക നൽകിക്കോ, അല്ലെങ്കിൽ മലക്കുകൾ സ്വതക്ക നൽകുന്നുണ്ട് നിങ്ങൾ സ്വതക്ക നൽകിക്കോ, ഒരിടത്തും കാണാൻ കഴിയില്ല. പക്ഷേ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ എന്റെ സൃഷ്ടിപ്പിൽ ഏറ്റവും ശ്രദ്ധരായ എനിക്ക് ഏറ്റവും വലിയ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പേരിൽ ഞാൻ മദ്ഹ് കീർത്തനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ മദ്ഹ് ഞാൻ പറയുന്നു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. മദ്ഹ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങൾ എല്ലാവരും സ്വലാത്ത് ചൊല്ലണേ, മദ്ഹ് പറയണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. അല്ലാഹു കൽപ്പിക്കുകയാണ്. നിരന്തരം അത് പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം അത് തീരൂല. അപ്പൊ എല്ലാവരും അത് പറഞ്ഞുകൊണ്ടിരിക്കണം. അത് അല്ലാഹു കൽപ്പിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള ആരാധനകളെ പോലെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ ഒരിക്കൽ 3 സഹാബികൾ സമീപിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആരാധനകളെ കുറിച്ച് ചോദിച്ചറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആരാധനയെ കുറിച്ച് ചോദിച്ചറിയുകയാണ്. അവിടെ എന്താ പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വന്നാൽ രാത്രി കാലങ്ങളിൽ നീണ്ട നിസ്കാരങ്ങളിലേക്ക് പ്രവേശിക്കുമായിരുന്നു. ഈ ആരാധനയുടെ പെരുപ്പവും വലിപ്പവും ഒക്കെ പറഞ്ഞപ്പോൾ അവർക്ക് വലിയ ആവേശമായി. രണ്ടാമത്തെ ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോമ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ വലിയ ആവേശമായി. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പത്നിമാരെ സമീപിച്ച ഈ 3 സഹാബികളും അവിടെ നിന്ന് ഒരു തീരുമാനം എടുത്തു. നമ്മുടെ നേതാവായ നാളെയുടെ ലോകത്ത് സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആരാധന ഇത്രമാത്രം മികച്ചു നിൽക്കുന്നു എങ്കിൽ നമ്മളൊക്കെ എവിടെ കിടക്കുന്നു? ഇനി നമ്മളൊന്ന് ജാഗരൂകരാവണം, കൂടുതൽ ഇബാദത്തുകൾ ചെയ്യണം. അതുകൊണ്ട് ഒരാൾ തീരുമാനിച്ചു, ഞാൻ എന്നും നിന്ന് നിസ്കരിക്കും, ഒരൊറ്റ ദിവസവും ഞാൻ ഒഴിവാക്കുകയില്ല, ഇനി എന്റെ ജീവിതത്തിൽ മുഴുവനും രാത്രിയിൽ നിസ്കാരമാണ്. അയാൾ ശപഥം ചെയ്തു. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഞാൻ എന്നും നോമ്പനുഷ്ഠിക്കും, ഞാൻ ഒരു ദിവസം ഒഴിവാക്കുകയില്ല, എല്ലാ ദിവസവും നോമ്പാണ്. മൂന്നാമത്തെ ആൾ പറഞ്ഞു, ഞാൻ
ഇനി സ്ത്രീകളുമായി ഒരു ബന്ധവുമില്ല, ഈ ദുനിയാവായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, എൻ്റെ ജീവിതം അങ്ങനെ അങ്ങ് പോട്ടെ, ഞാൻ ഇനി ഫുൾ ആത്മീയ ചിന്തയിലാണ്. ഇങ്ങനെ പറഞ്ഞു പോയി 3 സഹാബികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോ അവിടെ വന്നിരുന്ന 3 സഹാബികളെ കുറിച്ച് അവിടുത്തെ പത്നിമാര് വിശദീകരിച്ചു കൊടുത്തു. അവിടുത്തെ പത്നിമാര് പറഞ്ഞു, ഇങ്ങനെ 3 ആളുകൾ വീട്ടിലേക്ക് വന്നിരുന്നു, അവര് പറഞ്ഞത് ഇന്ന വർത്താനങ്ങളാണ്. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോപിച്ചു, ദേഷ്യം പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, 3 പേരെ ഇങ്ങ് വിളിപ്പിക്കും. 3 പേരും വന്നു. അവരോട് പറഞ്ഞു, ഞാനാണ് ഇന്നി അഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ലഹു, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ തഖ്വ ചെയ്യുന്നവൻ, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയന്ന് ജീവിക്കുന്ന വ്യക്തി ഞാനാണ്. ഈ ലോകത്തെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രദ്ധേയരായാണ് ഞാൻ. അതുകൊണ്ട് എന്നും ഞാൻ നിസ്കരിക്കാറില്ല. രാത്രിയെ പല ഭാഗങ്ങളാക്കി തിരിച്ച് 1/3 ഭാഗം ഞാൻ നിസ്കരിക്കാൻ, 1/3 എൻ്റെ സഹധർമ്മിണിമാർക്ക്, 1/3 ഞാൻ കിടന്നുറങ്ങും. അങ്ങനെയൊക്കെ ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. രാത്രി മുഴുവനും നിസ്കരിച്ച് ശരീരം മുഴുവനും ക്ഷീണിച്ച് വേണ്ടാത്തതൊക്കെ എടുത്ത് നിങ്ങളുടെ തോളിൽ കയറി അങ്ങനെയൊന്നും ഇസ്ലാം കൽപ്പിക്കുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് ചെയ്തു. മറ്റൊരാളോട് പറഞ്ഞു, നിങ്ങൾ എന്നും നോമ്പെടുത്ത് നിങ്ങൾ ക്ഷീണിക്കേണ്ടതില്ല, വീട്ടിലേക്ക് അധ്വാനിച്ച് പണം കണ്ടെത്തണം, എന്നൊക്കെ നിങ്ങൾക്ക് കഴിയുമെന്നും നോമ്പായാൽ. അപ്പൊ ഇടയ്ക്കുള്ള സുന്നത്തുകളൊക്കെ എടുത്തോ, ഞാൻ എടുക്കുന്നതുപോലെ നിങ്ങൾ എടുത്തോ, ഞാൻ നോമ്പെടുക്കുന്ന നോമ്പ് ഉപേക്ഷിക്കുന്നു, ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്തോ, അതിനൊന്നും പ്രശ്നമില്ല. അപ്പൊ ഞാൻ എന്നും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് വിലക്കിയ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ വെച്ചാണ് ഈ ആയത്തിനെ നമ്മൾ വായിക്കേണ്ടത്. ഈ ആയത്ത് ഇറങ്ങിയ സന്ദർഭത്തിൽ മഹാനായ സയ്യിദുനാ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു തങ്ങൾ റസൂലുള്ളാഹിന്റെ സവിധത്തിൽ വരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയെ, അങ്ങയെ പ്രകീർത്തിക്കാൻ, അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലോ. എന്നാൽ ഞാൻ എത്രയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് എന്നാണ് ചോദ്യം. എത്രയാണ് അങ്ങയെ പ്രകീർത്തിക്കേണ്ടത്, എത്ര മൗലിദ് സദസ്സിലാണ് ഞാൻ പങ്കെടുക്കേണ്ടത് എന്നാണ് ഒറ്റയടിക്കുള്ള ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാശിഅത, നിനക്ക് സാധിക്കുന്നുണ്ടൊക്കെ പോയി പങ്കെടുത്തോ. ഇവിടെ പള്ളിയിൽ മാത്രമല്ല, തൊട്ടടുത്ത പള്ളിയിൽ പോകാൻ കഴിയുമെങ്കിൽ അവിടെ നിന്ന് നീ പങ്കെടുത്തോ, വീട്ടിൽ അതുവദിക്കോ, എല്ലാ സമയം മൗലിദിൽ നീ പങ്കെടുത്തോ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞു. ഞാൻ 4/1 എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന സമയത്തിൽ 4/1 ഞാൻ സ്വലാത്ത് ചൊല്ലിക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് മതി എന്നല്ല, നേരത്തെ പറഞ്ഞത് എന്താണ്? മതി, അത്ര മതി നിങ്ങളുടെ നിസ്കാരം, അത്ര മതി നിങ്ങളുടെ നോമ്പ് എന്ന് പറഞ്ഞ് തടയിട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ പോരാ, അതിനേക്കാൾ നിനക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നീ ചെയ്തോ. ഉടനെ തന്നെ അദ്ദേഹം തിരുത്തി തങ്ങളോട് പറയുകയാണ്, നബി അന്യസ്, എന്നാൽ ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ആരാധനകളൊക്കെ നിർവഹിച്ച് ബാക്കി വരുന്ന ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ സമയം, ആ സമയങ്ങളിൽ പകുതി സമയവും ഞാൻ ഹബീബായ തങ്ങളെ അങ്ങനെ പുകഴ്ത്തുന്നതിനും സ്വലാത്ത് ഇടുന്നതിനും ഞാൻ മാറ്റിവെക്കാം. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതിനേക്കാൾ നിനക്ക് കൂടുതൽ ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് ഖൈർ. അവിടെയും നിർത്താൻ പറഞ്ഞില്ല. ശേഷം മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, എന്നാൽ എന്റെ ജീവിതത്തിലെ 3/4 ഭാഗവും ഞാൻ മാറ്റിവെക്കാം. നബി തങ്ങൾ പറഞ്ഞു, നിനക്ക് ഇനിയും വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്ന്. നിങ്ങൾ ആലോചിച്ചു, 3/4 ഭാഗവും ഞാൻ സ്വലാത്തില്ല, ഞാൻ മൗലിദ് ഓതാം, ഞാൻ അങ്ങയുടെ പ്രകീർത്തനങ്ങൾ പറയാം. സ്വലാത്ത് എന്നല്ല സനാഉ അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള പ്രകീർത്തനമാണ് ഞാൻ പറയാമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ആ 3/4 ഭാഗമായില്ലേ, ബാക്കി ഓക്കെ എന്നല്ല. തങ്ങൾ പറഞ്ഞു, ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, അതിനേക്കാൾ നിനക്ക് കൂടുതൽ ചൊല്ലാൻ കഴിയുമോ ചെയ്തോ, ചൊല്ലിക്കോ എന്നാണ്. ഉടനെ തന്നെ മഹാനവർകൾ പറഞ്ഞു, എന്റെ ജീവിതത്തിലുടനീളം ഇനി മുഴുവൻ സ്വലാത്താണ്. ഫർളായ കാര്യങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഹബീബായ തങ്ങൾ അങ്ങയെ പ്രകീർത്തിക്കുക എന്ന മാത്രം ഒരു ലക്ഷ്യമേ എന്റെ ജീവിതത്തിൽ ഇനി ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇദൻ തുഖഫാ ഹമ്മക വയഗ്ഫറു ലക ദംബുക, അന്നേരം നിന്റെ എല്ലാ ടെൻഷനും പോകും, നിന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കിട്ടുമെന്ന് സ്വാദിഖുൽ മസ്ദൂഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹിന്റെ മദ്ഹ് നമുക്ക് എത്ര പറഞ്ഞാലും തീർക്കാൻ കഴിയില്ല, പാടിയാലും തീർക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള നമ്മോട് അല്ലാഹു ആവശ്യപ്പെടുന്നത്, നിങ്ങൾക്ക് എത്ര സമയം കിട്ടുന്നുവോ, അത്രയും സമയം നിങ്ങൾ ആ മദ്ഹ് പാടിക്കൊണ്ടിരിക്കണമെന്നത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. എന്നിട്ട് നമ്മൾ ഏതൊക്കെ മജ്‌ലിസിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്, അത് പള്ളിയിൽ നടക്കുമ്പോൾ അവിടെ ഇൻഷാ അല്ലാഹ് പുരയിൽ പോയിട്ട് ചൊല്ലാമെന്ന് കരുതി പോകും, പിന്നെ പുരയിലും ഉണ്ടാവില്ല. അങ്ങനെ ആവരുത്. നിരന്തരം ദിവസവും പള്ളിയിൽ പങ്കെടുക്കണം, സ്വലാത്ത് ചൊല്ലണം.
മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കണം. അത് ഭാഷാന്തരങ്ങൾ ചെയ്ത് അറബിയിലാവട്ടെ, മലയാളത്തിലാവട്ടെ, ഇംഗ്ലീഷിലാവട്ടെ, ഉറുദു, ഏത് ഭാഷയിലുമാവാം. റസൂലുള്ളാഹിനെ പുകഴ്ത്തുന്ന സദസ്സിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് നേട്ടം കിട്ടാനാണത്. അതാ ഞാൻ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത പ്രമേയത്തിന്റെ ഉടമയാണ്. അങ്ങനെയുള്ള റസൂലുള്ളാഹിനെ കുറിച്ച് പറയാൻ പറഞ്ഞത് എന്താ? അല്ലാഹു നമ്മോട് കൽപ്പിക്കുകയാണ്. കാരണം അതിന്റെ ഗുണം നമുക്കാണ്. നമ്മുടെ പാപങ്ങൾ പുറക്കുകയും നമുക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർകളെ കുറിച്ച് പറയുന്ന സദസ്സ് കണ്ട് അല്ലാഹുവും മലക്കുകളും അഭിമാനിക്കുകയും അല്ലാഹു പെരുമ പറയുകയും ചെയ്യുന്നു എന്നാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ അലാ ഹൽഖത്തിൻ മിൻ അസ്ഹാബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളുടെ കൂട്ടത്തിൽ ഒരു വൃന്ദം ആളുകൾ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ കൂടിയിരുന്ന് എന്തൊക്കെയോ ചർച്ച ചെയ്യുകയാണ്. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് വരുന്നു. മാ അജ്ലസകും, നിങ്ങൾ എന്താണ് ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നതിന് തങ്ങൾ ചോദിക്കാൻ. അവിടെ എന്താ പറഞ്ഞു? ജലസ്നാ നദഉല്ലാഹ വനഹ്മദുഹു അലാ മാ ഹദാനാ ലീദീനിഹി വമന്ന അലൈനാ ബിഹി. നബി തങ്ങളോട് പറയാണ്, നബിയെ, ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇസ്ലാം അല്ലാഹു തആല ഭാഗ്യമായി ഇസ്ലാമിനെ നൽകിയല്ലോ, അത് സ്വീകരിക്കാനുള്ള ഭാഗ്യം നൽകിയല്ലോ, അൽഹംദുലില്ലാ. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തീർന്നില്ല, ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങയെ കുറിച്ചാണ്. അങ്ങ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധിയല്ലേ നബി. അങ്ങയുടെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞില്ല, അങ്ങയെ കാണാൻ കഴിഞ്ഞില്ലേ. അങ്ങ് ഞങ്ങൾക്ക് കിട്ടിയ ഈ ഹിദായത്തിലേക്ക് കൊണ്ടുവന്ന സന്തോഷങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ മൗലിദ് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മൗലിദിൽ പറയുന്നത്. ആ മൗലിദ് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിക്കുകയാണ്, അല്ലാഹി മാ അജ്ലസകും ഇല്ലാ ദാലിക്, ഇതന്നെയാണോ നിങ്ങൾ ഇവിടെ ഇരുത്തിയത്, മറ്റൊന്നുമല്ലേ, ഇത് തന്നെയാണോ? ഉടനെ തന്നെ പറഞ്ഞു, അതെ, അത് തന്നെയാണ് നബിയെ, ഞങ്ങൾ വേറൊന്നും പറഞ്ഞിട്ടില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെ സംശയിച്ചതിന്റെ പേരിലല്ല, ഞാനൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാ. ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. വഇന്നമാ അതാനി ജിബ്രീൽ അലൈഹിസ്സലാം ഫഅഖബറനി, എന്നിട്ട് എന്നോട് പറയുന്നത് അന്നല്ലാഹ അസ്സ വജൽ യുബാഹി ബികുമുൽ മലായിക, നിങ്ങളെ കുറിച്ച് മലക്കുകളോട് സന്തോഷം പങ്കുവെക്കുന്നുണ്ട് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മൗലിദിന്റെ സദസ്സിൽ പങ്കെടുക്കാൻ കിട്ടുന്ന നേട്ട. അല്ലാഹ് നമ്മളെ കുറിച്ച് മലക്കുകളോട് സന്തോഷം പറയാ, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്ന ആളുകളെ കുറിച്ച്. ആ ഭാഗ്യം നഷ്ടപ്പെടുത്തുന്നവരാവരുത് നമ്മൾ, ആ ഭാഗ്യമില്ലാത്തവരായി പോകരുത് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മദ്ഹുകൾ പറയാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ മഗ്ഫിറത്ത് കിട്ടുകയാണ്, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത കിട്ടുകയാണ്, ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുകയാണ്. അതാണ് മഹാനായ ഉമറുൽ ഖാദി തങ്ങൾ പറഞ്ഞത്, ഹുബ്ബുൻ നബി വ മദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലില്ലാഹു ബിഹി യുബല്ലിഗുൽ അമൽ وله بنيل شفاعة طه كفل عند الإله منعما تنعيما صلوا عليه وسلموا تسليما. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുകയും അവിടുത്തെ മദ്ഹ് പറയുകയും ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഖൈറുൽ അമലാണ്. എന്താ കാരണം? റസൂലുള്ളാഹി തന്നെ പറഞ്ഞതാണ്, എന്നെ നിങ്ങൾ മദ്ഹ് ചെയ്യണം, എന്നെ നിങ്ങൾ സ്നേഹിക്കണം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലോകത്തുള്ള എല്ലാറ്റിനേക്കാൾ, നിങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാൾ എന്നെയാണ് സ്നേഹിക്കേണ്ടതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട റസൂലുള്ളാഹിനെയാണ്. ആ കാര്യമാണ് ലോകത്തെ ഏറ്റവും വലിയ അമൽ. അത് നിങ്ങൾക്ക് കിട്ടിത്തരുന്ന, നിങ്ങൾക്ക് ലഭിക്കുന്ന ബോണസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭം. നിങ്ങളെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും. റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടും. നാളെയുടെ ലോകത്ത് സ്വർഗം ലഭിക്കാൻ അത് കാരണമാകും എന്നാണ് മഹാനായ ഉമറുൽ ഖാദി തങ്ങൾ പറയുന്നത്. അതാണ് മഹാനായ താഴ ഉസ്താദ് വളരെ സരളമായി പറയുന്നു, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, ഹർബും വബാ ഇവ ഒക്കെയും കാക്കുന്നതാ, കണ്ണേറെ ഹസദും നീങ്ങുവാനുതകുന്നതാ. ഇതുപോലെ തന്നെ സുയൂത്തി തന്റെ വസായിലിൽ പറയുന്നതാ, നീ നോക്ക് ശറഹു ശമാഇലിൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ഓതിയാൽ കിട്ടുന്ന കുറഞ്ഞ നേട്ടങ്ങൾ മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞ ഗദ്യത്തെ പദ്യമാക്കിക്കൊണ്ട് മഹാനായ തഹ്‌വ ഉസ്താദ് നമ്മോട് പാടിത്തരികയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അത്രയും വലിയ നേട്ടമാണ് നമുക്ക് മദ്ഹ് ആലപിക്കുന്നതിലൂടെ, മൗലിദ് ഓതുന്നതിലൂടെ, ആ സദസ്സിലിരിക്കുന്നതിലൂടെ. എത്ര സ്വലാത്തുകളാണ് നമുക്ക് ചൊല്ലാൻ കഴിയുന്നത്.
അല്ലാഹു ആ ഭാഗ്യം നൽകുമാറാവട്ടെ. മറ്റൊന്ന്, എങ്ങനെയാണ് നമ്മൾ റസൂലുള്ളാഹിനെ പറയാതിരിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്മദിനം, തങ്ങളെ ജനിച്ച മാസം വരുമ്പോൾ എങ്ങനെയാണ് റസൂലുള്ളാഹിനെ പറയാതിരിക്കുക? കാരണം എന്താ? ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹമുണ്ട് എങ്കിൽ മൻ അഹബ്ബ ശൈഅൻ അക്തറ മിൻ ദിക്രിഹി മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരാൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് കോമൺ ട്രൂത്താണ് അല്ലേ? ഒരാൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മളെ മക്കളെ കുറിച്ച് നല്ല സ്നേഹം ഉണ്ടെങ്കിൽ ആ മക്കളെ കുറിച്ച് ബാക്കിയുള്ളവരോട് പറയും. ഭാര്യയെ കുറിച്ച് സ്നേഹം ഉണ്ടെങ്കിൽ അതത് വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പറയും, എന്റെ ഭാര്യ എങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്റെ ഉമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയും അല്ലേ? സ്നേഹം എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ പറയും, എന്റെ ആ കൂട്ടുകാരൻ വിട്ടു പിരിഞ്ഞതിൽ വല്ലാത്ത വിഷമാണ്, അവനെപ്പോലെ നിങ്ങൾക്ക് ആർക്കും ആവാൻ കഴിയില്ല. നമ്മൾ ബാക്കി ഫ്രണ്ട് സർക്കിളിൽ വെച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയും. എന്തിനെന്ന് പറയണം? ലോകകപ്പ്, വേൾഡ് കപ്പ് വന്നപ്പോൾ കണ്ടില്ലേ, വലിയ വലിയ ഫ്ലക്സുകളിൽ എഴുതി വെച്ചത് ഓരോരുത്തരും സ്നേഹിക്കുന്നതിന്റെ പ്രകടനങ്ങളായിരുന്നു. മെസ്സി അങ്ങനെയാണ്, നെയ്മർ ഇങ്ങനെയാണ്, റൊണാൾഡോ മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ എഴുതി വെച്ചിരുന്നു അല്ലേ? അതെന്താണ്? അവരുടെ മനസ്സിലുള്ള സ്നേഹം അതങ്ങോട്ട് പ്രകടിപ്പിക്കാതിരിക്കാൻ അവർക്ക് കഴിയൂല. ഉസ്താദ് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, കപ്പ് ഞങ്ങൾക്കാണ്, അതുകൊണ്ടാണ് എഴുതി വെക്കുന്നത്. ഉസ്താദ് എന്തോ പറഞ്ഞു, പക്ഷെ ഞങ്ങളെ സ്നേഹം അത് ഉസ്താദിന് തടയിടാൻ കഴിയൂല, ഞങ്ങൾ വെക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നതാണ്. പക്ഷെ ഉസ്താദിനെ മസല പറയാതിരിക്കാനും പറ്റൂല. അത് പറയേണ്ടത് ആ സമയത്ത് തന്നെ പറയും വേണം. അത് എത്തതുകൊണ്ട് വിഷമമില്ല, അത് കേൾക്കുക, അംഗീകരിക്കേണ്ടവർ അംഗീകരിക്കുക, അത്രയേ ഉള്ളൂ അല്ലേ? അങ്ങനെയാണല്ലോ ഇസ്ലാം കൽപ്പിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ സ്നേഹപ്രകടനമാണ് യഥാർത്ഥത്തിൽ അവിടെ കോറിയിട്ടത് എങ്കിൽ സ്നേഹമുള്ളവർക്ക് പറയാതിരിക്കാൻ കഴിയുകയില്ല. സ്നേഹവും ദുഃഖവും നമുക്ക് ഒതുക്കി നിർത്താൻ കഴിയില്ല എന്നാണ്. സങ്കടം ഉണ്ടായാൽ നമ്മൾ കരയും, സ്നേഹം ഉണ്ടായാൽ അത് പ്രകടിപ്പിക്കും. അതതിന്റെ കോമണായ ഒരു സത്യമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് മഹബ്ബത്തുണ്ട് എങ്കിൽ നമ്മൾ മൗലിദ് ഓതും. ഓൾറെഡി ഓതണമെന്ന് പറയേണ്ട ആവശ്യമില്ല, ഈ പ്രഭാഷണത്തിന്റെ ആവശ്യമേ ഇല്ല. റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടെങ്കിൽ ആ റബീഉൽ അവ്വൽ വരുമ്പോൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ, ആ റസൂലുള്ളാഹിനെ പറയാൻ, പാടാൻ നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളും. അങ്ങനെ ആയിരിക്കണം. അത് ഈമാനിന്റെ ഭാഗമാണ്. അല്ലാഹു തആല ആ ഈമാൻ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസം വരുമ്പോൾ നല്ല വർണ്ണാഭമായ ലൈറ്റുകളൊക്കെ വെക്കും. എന്താ കാരണം? നമ്മുടെ മക്കളുടെ കല്യാണം ഉണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും, മക്കളോട് സ്നേഹമുണ്ട്. അപ്പൊ ആ മക്കളുടെ കല്യാണത്തിന്, ആ മകളെ കല്യാണം കഴിച്ചയക്കുമ്പോ പുതിയാപ്പള വരുമ്പോ അവളെ സ്വീകരിക്കാൻ വരുന്നവനല്ലോ, ഓനൊന്ന് സ്വീകരിക്കണല്ലോ, ലൈറ്റുകൾ തെളിയാൻ. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ജന്മമാസം വരുമ്പോ അങ്ങനെയൊക്കെ തെളിയും. അതാ മഹബ്ബത്തിന്റെ പ്രകടനമാണ്. പക്ഷേ ആ മഹബ്ബത്തിന്റെ പേരിൽ ഇസ്ലാം അനുവദിക്കാത്തൊന്നും ചെയ്യാൻ പറ്റൂല. ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങൾ ഒഴിച്ച് ഇസ്ലാം അനുവദിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് ഇസ്ലാം കൽപ്പിച്ചതാണ്. ഏറ്റവും വലിയ അമലാണ്. ആ അമല് നമ്മൾ വളരെ കുറച്ചേ ചെയ്യുന്നുള്ളൂ. വിശുദ്ധമായ ഈ റബീഉൽ അവ്വൽ വരുന്ന സമയത്ത് നമ്മൾ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ മംഗോസ് തോതും ഇവിടെ എന്ന് ചോദിച്ചാൽ അത് മാത്രം പോരാ. നമ്മുടെ വീടുകളിൽ ഓതണം, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം, കോടിക്കണക്കായ സ്വലാത്തുകൾ ചൊല്ലിത്തീർക്കണം. അതുപോലെ റസൂലുള്ളാഹിനെ പഠിക്കണം. ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ചകളിലൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കൂടുതൽ പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മുർ റഹീമായ റബ്ബ് ഹബീബിന്റെ മുഹിബ്ബീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവിടുത്തെ ശഫാഅത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.